പവർ കട്ട് സമയത്ത് വൈദ്യുതി കത്തിച്ച് അതിൽ നിന്നും തീ പടർന്നത് ഇന്ന് ലോകകപ്പിന്റെ ഫൈനലാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ടീമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയാണ്. സ്പെയിൻ ഇഷ്ടപ്പെടുന്ന ടീം. പക്ഷെ കളി കാണുന്നതിനെ സംബന്ധിച്ചിടത്തോളം ടീം ജയിക്കുമെന്നുള്ള ആശങ്ക ഒപ്പം തന്നെ. അർജന്റീനയാണെങ്കിൽ മെസ്സി അളന്നു മുടിച്ച് കളിക്കുന്ന ക്രോസ് റെഡി എന്നടുത്ത് കരണ്ടു പോകുമെന്നുള്ള ഭയം മലയാളിക്ക് ഉണ്ടാവുകയാണ്. ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ പവർ കട്ട് ലോഡ് ഷെഡിങ് ഇല്ലാതിരിക്കാൻ പ്രത്യേകം സർക്കാർ ശ്രദ്ധിക്കുന്നു. അതുണ്ടാകില്ല എന്നൊക്കെ തന്നെ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ നേരത്തെയും ഇങ്ങനെ പറഞ്ഞിട്ട് അതിന് ഫലം കണ്ടില്ല. ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ കരണ്ട് പോകാതിരിക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കണം. കരണ്ട് പോയാൽ അത് ഗൗരവമേറിയ പ്രശ്നമായി മാറും. UDF ഗവൺമെന്റിന്റെ മിസ്മാനേജ്മെന്റ് ആണ് വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണം. ലോങ് കോൺട്രാക്ടിന് പകരം ഷോർട്ട് കോൺട്രാക്ടിലേക്ക് പോയി 400 മുതൽ 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുള്ള സംസ്ഥാനത്ത് ഹ്രസ്വ കരാറിൽ 150 മെഗാവാട്ട് മാത്രമാണ് വാങ്ങിയത്. വൈദ്യുതി മന്ത്രി ഇതിന് പറഞ്ഞത് വിചിത്രമായ വാദമാണ്. 10 രൂപയിലധികം ഒരു യൂണിറ്റിന് വാങ്ങാനുള്ള ശ്രമം നടത്തിയിട്ടും നടന്നിട്ടില്ല. എന്നാൽ പവർ സെന്ററിലെ പരിശോധന പൊതുവെ നടത്തിയപ്പോൾ ജൂലൈ 15 മാത്രം കർണാടക ഗവൺമെന്റ് യൂണിറ്റിന് 9 രൂപക്ക് 9.2 രൂപ 2 പൈസക്ക് കരണ്ട് നൽകിയിട്ടുണ്ട്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. KPCC പ്രസിഡന്റ് കൂടിയായ വൈദ്യുതി മന്ത്രി എന്തുകൊണ്ട് കർണാടക ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം കാണാൻ തയ്യാറായില്ല? അപ്പൊ അടിസ്ഥാനരഹിതമായ ആരോപണം നിലപാടും സ്വീകരിച്ചു പോകുന്നതിന് പകരം ഇതിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ വൈദ്യുതി മന്ത്രി തയ്യാറാണ്. വൈദ്യുതി മന്ത്രി ഇപ്പൊ വൈദ്യുതി മന്ത്രിയുടെ പ്രവർത്തനം അല്ല നടത്തുന്നത്, KPCC പ്രസിഡന്റ് പ്രവർത്തനമാണ്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള തല്ല് പരിഹരിക്കാനുള്ള പഞ്ചായത്ത് പറയുന്ന പണിയാണ് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി എടുക്കുന്നത്. പവർ കട്ട് ലോഡ് ഷെഡിംഗ് പരിഹരിക്കാനുള്ള ഇടപെടലിനെല്ലാം നേരം കണ്ടു. കോൺഗ്രസിലെ കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് വൈദ്യുതി മന്ത്രി KPCC പ്രസിഡന്റ് കൂടിയായ വൈദ്യുതി മന്ത്രി സമയം ചെലവഴിക്കുന്നത്. ഇത് കാരണമാണ് വൈദ്യുതി വകുപ്പിൽ ശ്രദ്ധ ചെലുത്താൻ വൈദ്യുതി മന്ത്രിക്ക് സാധിക്കാതെ പോകുന്നു. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുക ഒക്കെ ശരി, പക്ഷെ ഒരു മന്ത്രി എന്ന നിലയിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ്. 10 കൊല്ലം കേരളത്തിൽ LDF ഭരിച്ചപ്പോ പവർ കട്ട് ലോഡ് ഷെഡിംഗും ഇല്ല. 10 കൊല്ലം ഭരിച്ചപ്പില്ല. എന്നാൽ ഇപ്പോൾ വൈദ്യുതി മന്ത്രിക്ക് പാർട്ടി പ്രസിഡന്റിന്റെ പണിയെടുക്കാനാണ് നേരം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സംസ്ഥാനവുമായി ചർച്ച ചെയ്ത് 9 രൂപക്ക് യൂണിറ്റിന് വൈദ്യുതി വാങ്ങാൻ മുഖ്യമന്ത്രിയും തയ്യാറാകാതെ പോകുന്നു. അവർക്കൊന്നും ഇതിന് നേരമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിന്റെ ഭാഗമായി 2 രക്തസാക്ഷിത്വമാണ് കേരളത്തിൽ ഉണ്ടായത്. പാലക്കാട് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വൈദ്യുതി പോയത് കാരണം പ്രവർത്തിക്കാത്തതിന്റെ ഭാഗമായി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു ഈ പവർ കട്ട് കാരണം. എറണാകുളത്ത് പവർ കട്ട് കാരണം മെഴുകുതിരി കത്തിച്ച് അതിൽ നിന്ന് തീ ആളിപ്പടർന്ന് മറിയമെന്ന സ്ത്രീ മരണപ്പെട്ടു. 2 രക്തസാക്ഷിത്വമാണ്. UDF ഭരണത്തിന്റെ അനാസ്ഥ കാരണം, UDF ഭരണത്തിന്റെ വൈദ്യുതി മേഖലയിലെ മിസ്മാനേജ്മെന്റ് കാരണം, വൈദ്യുതി മന്ത്രി പാർട്ടി പ്രസിഡന്റിന്റെ പ്രവർത്തനം കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം 2 മനുഷ്യജീവനാണ് കേരളത്തിൽ നടക്കുന്നത്. മന്ത്രിമാർക്ക് ഏക അഭിപ്രായമില്ല. ഏത് കാര്യത്തിൽ ഏക അഭിപ്രായം ഉള്ളത്? PMCയുടെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. നിപ്പ വന്നപ്പോ വ്യത്യസ്ത അഭിപ്രായം മന്ത്രിമാർ പങ്കുവച്ചു. ധവളപത്രം ക്യാബിനറ്റിൽ പറഞ്ഞ് നിയമസഭയിൽ വന്നതിന് ശേഷം പിന്നീട് തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിയും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. വഖഫ് വിഷയത്തിൽ ഇപ്പൊ വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. എന്തിന് കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ല എന്ന കാര്യത്തിൽ പോലും ഒരു ഏകീകരിച്ച അഭിപ്രായം പറയാൻ UDF ഗവൺമെന്റിന് സാധിക്കുന്നില്ല. മഴ കാരണം റോഡിൽ കുഴിയാണ് എന്നാണ് ഒരു മന്ത്രി പറഞ്ഞത്. മഴ കാരണം പകർച്ചവ്യാധി പകരുന്നുവെന്നാണ് മറ്റൊരു മന്ത്രി പറഞ്ഞത്.
എന്നാൽ മഴ ഇല്ലാത്തത് കാരണമാണ് പവർ കട്ട് ലോഡ് ഷെഡിംഗ് എന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഒന്നിച്ച അഭിപ്രായം പറയാൻ സാധിക്കാത്ത ഒരു നാണംകെട്ട ഭരണമായി ഈ 2 മാസം കൊണ്ട് UDF ഭരണം മാറി. മന്ത്രിമാർ തമ്മിലുള്ള ഏകോപനമില്ല. മുഖ്യമന്ത്രി അതിൽ എല്ലാവരെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. ഇന്ന് ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ കറണ്ട് പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കാണാം. ഫൈനലിൽ കറണ്ട് പോകാതിരിക്കാനുള്ള നടപടി KEC സ്വീകരിച്ചു എന്ന് പറയുന്നത് 200 മെഗാവാട്ട് അധിക ആവശ്യകത കണക്കൂട്ടി നടപടി യൂണിറ്റിന് 10 രൂപ കൊടുത്ത് വൈദ്യുതി വാങ്ങും തീരുമാനമായിട്ട്. ഇതിനു മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അനുഭവം എന്താ നമുക്കറിയാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സി അളന്ന് മുറിച്ച് ക്രോസ് ചെയ്തിട്ട് ഹെഡ് ചെയ്യാൻ നേരത്ത് കറണ്ട് പോയ അനുഭവം കേരളത്തിലുണ്ട്. അപ്പൊ ഫുട്ബോൾ പ്രേമികൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട ടീം ജയിക്കണം, അതിന്റെ ഒരു ടെൻഷൻ ഒരു ഭാഗത്തുള്ളപ്പോ തന്നെ കളി കാണുമ്പോൾ എപ്പോഴാ കറണ്ട് പോകാന്നുള്ള ടെൻഷനും ഉണ്ടാവും. അതുകൊണ്ട് അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണം. 2 മനുഷ്യജീവൻ ഇതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടു. ഗൗരവമുള്ള പ്രശ്നമാണ്. ആ ഗൗരവത്തിൽ ഇതിനെ കാണണം. വൈദ്യുതി മന്ത്രിയുടെ ജോലി ചെയ്യണം. KPCC പ്രസിഡന്റിന്റെ ജോലിയല്ല ചെയ്യണം, വൈദ്യുതി മന്ത്രിയുടെ ജോലിയാണ് ചെയ്യേണ്ടത്. കോൺഗ്രസിലെ തമ്മിലടി തീർക്കാനാണ് മുഴുവൻ സമയവും KPCC പ്രസിഡന്റ് എന്ന നിലയിൽ വൈദ്യുതി മന്ത്രി സമയം ചെലവഴിക്കുന്നത്. ഇത് കാരണം വൈദ്യുതി വകുപ്പിന് ഒരു മന്ത്രി ഇല്ലാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം. ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് മനുഷ്യരാണ്, ഈ നമ്മുടെ നാടാണ്. ഈ 10 കൊല്ലം ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. 10 കൊല്ലം ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പോ ഗൗരവമുള്ള പ്രശ്നമാണ്. വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം. വളരെ സീരിയസ് ആയി വിഷയത്തെ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കണ്ടാണ്. അല്ല, കുറഞ്ഞ വിലയിൽ വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം കരാറ് റദ്ദാക്കിയത് LDF സർക്കാരാണ് എന്നുള്ളതാണ് UDF പറയുന്നത് കഴിഞ്ഞ തവണ. അതാ പറഞ്ഞത്, ഇത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയാണ്. സുപ്രീം കോടതിക്ക് മുമ്പുള്ള കേസുണ്ട്, അതിൽ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് വസ്തുത എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ യഥാർത്ഥത്തിൽ മുൻകരുതൽ എടുക്കാൻ തയ്യാറായിട്ടില്ല. മിസ്മാനേജ്മെന്റ് വന്നു. ജൂലൈ 15-ന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഗവൺമെന്റ് തന്നെ 9 രൂപ 2 പൈസക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി നൽകിയപ്പോ കേരളത്തിലെ വൈദ്യുതി മന്ത്രി പറയുന്നത് 10 രൂപയിലധികം പോലും യൂണിറ്റിന് വൈദ്യുതി കിട്ടാനില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മണിയാശാനെ പല നിലയിലും പരിഹസിച്ചവരാണ് UDFന്റെ പല നേതാക്കന്മാരും. 2017-ൽ ഇതുപോലെ ഒരു ക്രൈസിസ് വന്ന ഘട്ടത്തിൽ മണിയാശാന്റെ ഇടപെടൽ, ഒരു വൈദ്യുതി മന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയ ഇടപെടൽ നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തു, ഗുജറാത്തുമായി ചർച്ച ചെയ്തു, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ഈ ഗവൺമെന്റ് 2021-ലെ ഗവൺമെന്റ് 10 സംസ്ഥാനങ്ങളിലേക്ക് ആളെ വിട്ടു. അങ്ങനെയാണ് ചർച്ച ചെയ്ത് വിഷയം പരിഹരിച്ചത്. 10 കൊല്ലം മികച്ച മാനേജ്മെന്റായി മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് വൈദ്യുതി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ചു. എന്നാൽ ഇപ്പോ ഒരു നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇതിനൊന്നും നേരല്ല. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് നേരെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. അദ്ദേഹം ഇങ്ങനെ വാചക കസരത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രിയാണെങ്കിൽ KPCC പ്രസിഡന്റിന്റെ പണിയാണ് എടുത്തുകൊണ്ടത്. അല്ല, അത് അർജന്റീന ജയിക്കുമായിരുന്നു. അല്ല, അവധി കൊടുക്കണം എന്നുള്ള തന്നെയാണ് പൊതുവെ അഭിപ്രായം. അതെ, അവധി കൊടുക്കുന്നതാണ് നല്ലത്. അല്ല, അത് ചർച്ച ചെയ്യട്ടെ, സർക്കാർ ചർച്ച ചെയ്യട്ടെ. അല്ല, അത് എല്ലാ നിലയിലും പ്രാധാന്യം കൊടുത്താണ്. മറ്റു കാര്യങ്ങൾ ഞാൻ പരിശോധിക്കാം. പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. സന്നദ്ധ പ്രവർത്തനങ്ങൾ ആശുപത്രിക്കകത്ത് അനുവദിക്കില്ലാതെ. അത് വലിയ വിവാദമായി തീർന്നിട്ടുണ്ട്. എന്താ തോന്നുന്നു? അല്ല, ഈ ഈഗോ ഒഴിവാക്കണം. ഇപ്പൊ വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിക്ക് ഒരു കാരണം മിസ്മാനേജ്മെന്റും മറ്റൊരു കാരണം ഈഗോ ആണ്. ഈഗോ ഒഴിവാക്കും. നല്ല നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജിലും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും വീടുകളിൽ നിന്നും ശേഖരിച്ച് DYFI നൽകുന്ന പൊതിച്ചോറ്. അപ്പൊ അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിലൊരു കുഴപ്പമുണ്ടായിട്ടില്ല. എല്ലാവരും പിന്തുണച്ചില്ല. എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു വൈര നിരാധനം കൂടിയോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്? അതൊരു ചർച്ച ചെയ്യാനുള്ളൂ. അതിന് പകരം ഇതാകെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ എത്ര പേർ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്, എത്ര പേർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് നല്ലൊരു പ്രവർത്തനമാണ്. ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രദേശത്തെ വീടുകളിൽ നേരത്തെ പോയി പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇന്ന ദിവസം
ആശുപത്രിയിൽ ചോറ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചോറുണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ആ ചോറുണ്ടാക്കി പൊതിഞ്ഞ് അത് പോയി യുവജന വളണ്ടിയർമാർ കളക്ട് ചെയ്ത് ഒരു വാഹനത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വളരെ നല്ല നിലയിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നൽകുന്നത് ഒരു നല്ല പ്രവൃത്തിയല്ലേ? അതിനങ്ങനെ കണ്ടാൽ പോരെ? അതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ശത്രുത മനോഭാവത്തോടു കൂടി കാണുന്നത്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടന നേതാക്കളുമായി ചർച്ച ചെയ്യണം. ഡിവൈഎഫ്ഐയോട് പ്രത്യേകം ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ അതിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു അപകടം, നിലവിൽ നല്ല നിലയിൽ പോകുന്ന ഒരു സംവിധാനം ഇല്ലാതായി കഴിഞ്ഞാൽ ഭാവിയിൽ അത് അവിടെ ചെയ്യും. കുറച്ച് നിങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് മന്ത്രിമാർക്കിടയിലെ ഏകസ്വരമില്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന് കൗണ്ടർ ചെയ്യുന്നത് LDF ഏകസ്വരമുള്ളതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട CPM തർക്കമുണ്ട് എന്ന രീതിയിലാണ് സർക്കാരും UDF ഒക്കെ ഇതിന് പ്രതികരിക്കുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരായാലും മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നല്ല നിലയിൽ പരിഹരിച്ചു മുന്നോട്ട്. അതുപോലെയല്ലല്ലോ ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തു, ഞങ്ങളുടെ ഭരണം വേണ്ട, UDF ഭരണം മതി എന്ന് ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ മന്ത്രിമാരുടെ ഐക്യമാണല്ലോ പ്രതീക്ഷിക്കുന്നല്ലേ? പ്രതിപക്ഷത്തിന് ഐക്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഐക്യം മതി, നിങ്ങൾ തൽക്കാലം ഭരിച്ചു എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്തത്. ജനങ്ങൾ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കും. ആ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒരേ അഭിപ്രായമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ പോലും വ്യത്യസ്ത അഭിപ്രായം. അപ്പോ ഒരു ഏകീകൃതമായ അഭിപ്രായത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കലക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടായ ഉത്തരവാദിത്വം ഉള്ള ഒരു സർക്കാരായി സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ പറഞ്ഞു, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സുപ്രീം കോടതിയിൽ റെപ്രസെന്റ് ചെയ്ത വിഷയത്തിന് നേരെ വിപരീതമായിട്ടുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രധാന റോള് വഹിക്കുന്ന ഒരു ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തോടൊപ്പം കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തതിന് നേർവിപരീതമായ സമീപനമാണ് കോൺഗ്രസ് നയിക്കുന്ന UDF ഗവൺമെന്റ് സ്വീകരിച്ചത്. കേരളത്തിന്റെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്ന പ്രമേയത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് നിലപാട് സ്വീകരിച്ച UDF അതിന് നേരെ വ്യത്യസ്തമായ സമീപനമാണ് ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, BJP കേരളത്തിൽ ഭരിക്കുകയാണെങ്കിൽ എന്തൊക്കെ നടപടികളാണോ സ്വീകരിക്കുക അതിന് സമാനമായി ഒരുപക്ഷെ BJP നേതാക്കന്മാർ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ BJP ഉയർത്തുന്ന രാഷ്ട്രീയം നടപ്പിലാക്കാനാണ് UDF ഗവൺമെന്റ്